ട്രംപിൻ്റെ മരുമകനും തികഞ്ഞ സയനിസ്റ്റ് അനുകൂലിയുമായ ജാരഡ് കുഷ്നറാണ് കഴിഞ്ഞ ദിവസം ഗസ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചത്. ന്യൂ ഗസ എന്ന പേരിലാണ് പദ്ധതി. ഫലസ്തീനികളുടെ ഭൂമി എന്നതിനപ്പുറം വിലപിടിപ്പുള്ള ഒരു പ്രൈം റിയൽ എസ്റ്റേറ്റ് കഷ്ണമായിട്ടാണ് ട്രംപിൻ്റെ പദ്ധതി ഗസയെ കാണുന്നത്. ഗസയുടെ കടൽ തീരങ്ങളെ വികസിപ്പിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമോ ആഡംബര മേഖലയോ ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഗസ റിവിയേര എന്ന ആശയമാണിത്. പദ്ധതിയുടെ പ്രധാന ഗൂഢാലോചനകളിൽ ഒന്നായി മനസ്സിലാക്കേണ്ടത് ഫലസ്തീനികളെ അവിടെ നിന്നും ഒഴിവാക്കുക എന്നത് തന്നെയാണ്. ഫലസ്തീനികളുമായി ഒരു കൂടിയാലോചനയും നടത്താതെയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഗസയെ ഭരിക്കാനും പുനർനിർമ്മിക്കാനുമുള്ള ബോർഡ് ഓഫ് പീസിൽ ഇസ്രായേൽ ഉൾപ്പെടെ 50ഓളം രാജ്യങ്ങളെ ട്രംപ് ക്ഷണിച്ചെങ്കിലും ഫലസ്തീനികൾക്ക് ഇതിൽ ഒറ്റ സീറ്റ് പോലുമില്ല. ജാരഡ് കുഷ്നർ, ടോണി ബ്ലെയർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് ബോർഡിലും ഫലസ്തീനികൾക്ക് പങ്കാളിത്തമില്ല. ഫലസ്തീനികളെ ഒഴിവാക്കി ഗസ മൈനസ് ഗാസൻസ് എന്ന കാഴ്ചപ്പാടാണ് ഇതിൻ്റെ അടിത്തറ. ഫലസ്തീനികളുടെ പങ്കാളിത്തമില്ലാതെ രൂപീകരിച്ച ഈ ഭരണ സംവിധാനത്തിൽ ചില അന്താരാഷ്ട്ര വ്യക്തികൾക്ക് വലിയ സ്വാധീനവുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ പദ്ധതിയുടെ സ്ഥിരം ചെയർമാൻ. പണം എവിടെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കാനും അംഗരാജ്യങ്ങളെ ഉൾപ്പെടുത്താനും ഏതൊരു തീരുമാനത്തെയും റദ്ദാക്കാനുമുള്ള വീറ്റോ അധികാരമടക്കം ട്രംപിനാണ്. പലസ്തീൻ അതോറിറ്റിയിൽ മുൻ ഡെപ്യൂട്ടി മിനിസ്റ്ററായിരുന്ന സിവിൽ എഞ്ചിനീയർ ഡോക്ടർ അലിഷാദ് ഭരണസമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഫണ്ടിലോ അതിർത്തിയിലോ യാതൊരു നിയന്ത്രണവും ഷാത്തിക്കുണ്ടാവില്ല. ഇസ്രായേലി റിയൽ എസ്റ്റേറ്റ് ഭീമൻ യാക്കിർ ഗബായ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട മുഖമാണ്. യൂറോപ്പിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററാണ് ഇദ്ദേഹം. എറൗണ്ടോൺ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയുള്ള ബില്യണയർ. ഗാസ പുനർനിർമ്മാണത്തിനുള്ള ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമാണ് യാക്കിർ. ഭവന നിർമ്മാണം, ഇൻവെസ്റ്റ്മെന്റ് മോഡലുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. US കോടീശ്വരനും അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റിന്റെ സിഇഒയുമായ മാർക്ക് ബ്രൗൺ ബോർഡ് ഓഫ് പീസിലുണ്ട്. കടുത്ത ഇസ്രായേൽ അനുകൂലി, US ക്യാമ്പസുകളിലെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്കെതിരെ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലെല്ലാം പ്രസിദ്ധനാണ് ഇദ്ദേഹം. ഗസയിലെ പ്രോജക്റ്റുകൾക്കായി പ്രൈവറ്റ് ക്യാപിറ്റൽ ആകർഷിക്കുന്നതിനുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറുകൾ രൂപകൽപ്പന ചെയ്യുന്നത് മാർക്ക് ബ്രൗൺ ആണ്.